മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവേശകരമായ രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സംസ്ഥാനത്തെ പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങളിലൊന്നായ ഈ മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരമാണ് പ്രതീക്ഷിക്കുന്നത്. UDF-ന് വേണ്ടി സിറ്റിംഗ് MLA ഉമാ തോമസും LDF-ന് വേണ്ടി അഡ്വക്കേറ്റ് പുഷ്പദാസും NDA-ക്ക് വേണ്ടി അഖിൽ മാരാരും മത്സരിക്കുമ്പോൾ മണ്ഡലത്തിലെ രാഷ്ട്രീയ വികസന വിഷയങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. വിവേക് കീർത്തി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചൂട് കുത്തനെ ഉയരുകയാണ്. ഇന്ന് പോൾ പൾസ് എത്തി നിൽക്കുന്നത് തൃക്കാക്കര മണ്ഡലത്തിലാണ്. തൃക്കാക്കരയിൽ 3 മുന്നണികൾ സജീവമായി മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. UDF-ന് വേണ്ടി സിറ്റിംഗ് MLA ആയ ഉമാ തോമസ് മത്സരിക്കുമ്പോൾ LDF-ന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് പുഷ്പദാസാണ് മത്സര രംഗത്തുള്ളത്. അതോടൊപ്പം NDA-ക്ക് വേണ്ടി 2020 സ്ഥാനാർത്ഥിയായി ബിഗ് ബോസ് വിന്നറായ അഖിൽ മാരാർ രംഗത്തുണ്ട്. എന്തായാലും 3 മുന്നണി സ്ഥാനാർത്ഥികളും കളം നിറഞ്ഞിരിക്കുകയാണ് തൃക്കാക്കര മണ്ഡലത്തിൽ. എന്തായാലും ഇവരെന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്താൻ പോകുന്നത് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. തൃക്കാക്കര മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഉമാ തോമസ് ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. വീണ്ടും ഒരിക്കൽ കൂടി തൃക്കാക്കര മണ്ഡലത്തിലെ വോട്ട് തേടി വീണ്ടും എത്തിയിരിക്കുകയാണ്. വീണ്ടും ജനങ്ങളിലേക്ക് എത്തുകയാണ്. എന്ത് തോന്നുന്നു? വീണ്ടും ഒരു അവസരം ഇവിടെ ലഭിച്ചു? തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയുന്നത് UDF-ന്റെ മണ്ഡലമാണ്. മാത്രമല്ല UDF ടീം തന്നെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുക്കും ചിട്ടയോടും കൂടിയുള്ള പ്രവർത്തനം കൊണ്ട് തന്നെ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാവും എന്നുള്ള ഉറപ്പ് വിശ്വാസമുണ്ട്. എതിർ സ്ഥാനാർത്ഥികളൊക്കെ ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട്, മണ്ഡലത്തിൽ വികസനം അത്രത്തോളം എത്തിയില്ല എന്ന് പറയുന്നുണ്ട്. അതിനോടൊക്കെ എന്താണ് പ്രതികരിക്കുന്നത്? പ്രതിപക്ഷ MLA ആയതുകൊണ്ട് എന്തിനെങ്കിലും അഡ്രസ് ചെയ്യാതിരുന്നിട്ടില്ല, ഒരു വിഷയത്തിൽ പോലും ഇടപെടാതിരുന്നിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പുണ്ട്. പിന്നെ ആരോപണം പറയണവർക്ക് പറയാലോ, അതൊന്നും നമുക്ക് ഇലക്ഷൻ ആകുമ്പോൾ ഒന്നിലധികം ആൾക്കാരുണ്ടാവും, എന്തെങ്കിലും കാരണങ്ങളൊക്കെ കണ്ടുപിടിക്കാനുണ്ടാവും. അതൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് കാണിച്ച് എനിക്ക് എൻ്റെ തൃക്കാക്കരക്കാര് പ്രബുദ്ധരായ വോട്ടർമാര് തീർച്ചയായും എന്നെ പിന്തുണയ്ക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. NDA സ്ഥാനാർത്ഥി അഖിൽ മാരാരുടെ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. PT തോമസ് ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം നിയമസഭയിൽ ഭയങ്കര പ്രസംഗം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മച്ചേച്ചി വന്നതിന് ശേഷം ആകപ്പാട് 1.5 മണിക്കൂറാണ് സംസാരിച്ചത്. അതിൽ 15 മിനിറ്റോളം മാത്രമാണ് തൃക്കാക്കര മണ്ഡലത്തിന് വേണ്ടി ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളൂ എന്നൊരു ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. അതിനോട് എന്താണ്? തൃക്കാക്കരക്കാർക്ക് വേണ്ടിയിട്ടല്ലാതെ പിന്നെ വേറെ ഞാൻ ലോകത്തുള്ളവർക്ക് വേണ്ടിയിട്ടല്ലല്ലോ. അതൊന്ന് എൻ്റെ നിയമസഭയിലെ എൻ്റെ പ്രവർത്തനം ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ മനസ്സിലാവും. ഈ 1.5 മണിക്കൂറേ സംസാരിച്ചിട്ടുള്ളൂ എന്നുള്ളത്. ഞാൻ ആരെയും അങ്ങനെ പറയുന്നില്ല. എനിക്ക് അങ്ങനെ മറ്റുള്ളവരെന്തെങ്കിലും പറയണത് കേൾക്കാം. ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം, എൻ്റെ തൃക്കാക്കരക്കാർക്കറിയാം. അതുപോലെ തന്നെ ഈ LDF സർക്കാർ പലപ്പോഴും പ്രതിപക്ഷ MLA-മാരുടെ ഫണ്ട് കൊടുക്കുന്നതിൽ ഭയങ്കര വീഴ്ച വരുത്തിയിട്ട് അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക, അവിടെ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നു. അതുകൊണ്ട് തന്നെ LDF മാറി UDF വരേണ്ടത് ഈ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അതൊരു സംശയമില്ല. UDF വരണം എന്നുള്ളതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഈ കെടുകാര്യസ്ഥതയുള്ള ഈ ഭരണം അവസാനിപ്പിക്കാനായിട്ട് ഈ കേരളം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിന്ന് ഈ ഭരണത്തിനെതിരെ വിധി എഴുതാൻ തയ്യാറായി കഴിഞ്ഞു. അതിൻ്റെ ശങ്കുലി മുഴങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടി തൃക്കാക്കരയിലെ പ്രബുദ്ധരായ വോട്ടർമാർ UDF ഭരണത്തിലേറുമ്പോൾ തൃക്കാക്കരയെ ഏറ്റവും മുന്നിലെത്തിക്കാനായിട്ട് ഒപ്പം ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തൃക്കാക്കര മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അഖിൽ മാരാരാണ് നമ്മോടൊപ്പം ചേരുന്നത്. തൃക്കാക്കര മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് അഖിൽ മാരാർ വിജയിച്ചു വരേണ്ടത്? കഴിഞ്ഞ 19 വർഷത്തെ ജനങ്ങളുടെ അനുഭവം കൊണ്ട് അവർ തന്നെ പറഞ്ഞു തുടങ്ങി തൃക്കാക്കരയ്ക്ക് ഒരു മാറ്റം വരേണ്ട സമയമായിരുന്നു. കാരണം കൊച്ചിയുടെ ഏറ്റവും സിറ്റി ആയ ഈ പ്രദേശത്ത് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജനത, കരുണാകരൻ്റെ കാലത്ത് ചെയ്ത പാലങ്ങൾക്ക് പരിഷ്കരിക്കാത്തതിൻ്റെ പേരിൽ, ട്രാഫിക് സിഗ്നൽ ഇല്ലാത്തതിൻ്റെ പേരിലും ആ പ്രദേശത്തെ ജനങ്ങൾ ട്രാഫിക് ബ്ലോക്ക് കൊണ്ട് ബുദ്ധിമുട്ടുന്നത്, വെള്ളക്കെട്ട് കൊണ്ട് ബുദ്ധിമുട്ടുന്നത്, പ്രോപ്പർ ഡ്രൈനേജ് സിസ്റ്റം ഇല്ലാത്ത അവസ്ഥ മൂലം പുല്ലേപ്പടി ഭാഗത്തെ ജനത്തിൻ്റെ ബുദ്ധിമുട്ട്. തുതിയൂർ ഏറൂർ പാലം യാഥാർത്ഥ്യമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഒരു വലിയൊരു ഗതാഗത കുരുക്കിന് വലിയൊരു പരിഹാരം ഉണ്ടാകും. നാളിതുവരെ ഇതിനു വേണ്ടിയിട്ടൊന്നും സംസാരിക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല. ഇവിടുത്തെ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ജനത നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഒന്നാണ്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരാളാണ്. ശുദ്ധമായ കുടിവെള്ളം കിട്ടാത്തൊരവസ്ഥ. അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണത്തിനകത്ത് ഒരു പ്രോപ്പർ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ നമുക്ക് പ്രോപ്പറായിട്ട്, അതായത് ഇപ്പം കൊച്ചി കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ കാക്കനാട് മുനിസിപ്പാലിറ്റിൻ്റെ ഭാഗത്തുനിന്നും സപ്പോർട്ടില്ലാത്തപ്പോൾ ഒരു വലിയൊരു പദ്ധതി MLA-യുടെ ഭാഗത്തുനിന്ന് കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ട MLA-മാർ. പിന്നെ അതുകൊണ്ട് തന്നെ അതിനേക്കാളെല്ലാം ഉപരി നാടിൻ്റെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട സ്ഥലം നിയമസഭയാണ്.
ഇതിനു മുൻപുണ്ടായിരുന്ന പി ടി തോമസ് അദ്ദേഹം നിയമസഭയിൽ നിരവധി വിഷയങ്ങൾ വളരെ കൃത്യമായി സംസാരിക്കുകയും വലിയ ആരാധന വ്യക്തിപരമായിട്ട് തോന്നത്തക്ക രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രസംഗങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മച്ചേച്ചി കഴിഞ്ഞ 4 വർഷത്തിനിടയ്ക്ക് നിയമസഭയിൽ സംസാരിച്ചത് വളരെ 1.5 മണിക്കൂർ മാത്രമാണ്. ഇതിൽ തന്നെ തൃക്കാക്കരയുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചത് വെറും 15 മിനിറ്റ് മാത്രമാണ്. അങ്ങനെ നിരവധി, അതായത് കഴിഞ്ഞ പ്രാവശ്യം നൽകിയ വാഗ്ദാനങ്ങൾ യാതൊന്നും പാലിച്ചില്ല. കേരളത്തിലെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് താമസിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃക്കാക്കര. വോട്ടർമാർ 1.5 ലക്ഷമോ 1,80,000 മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിലും ഈ വെളിയിൽ നിന്നുള്ള ആൾക്കാർ ഏകദേശം 10 ഇരട്ടിയുണ്ട്. അത് കേരളത്തിന് പുറത്തുള്ള നോർത്ത് ഇന്ത്യൻസ് ഉൾപ്പെടെ, പ്രത്യേകിച്ച് ഇൻഫോ പാർക്ക് മേഖലകളിലൊക്കെ താമസിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ കേവലം വോട്ടേഴ്സിൻ്റെ പ്രശ്നങ്ങൾ മാത്രമല്ല, നിരവധി ബിസിനസ്സുകാർ ഇവിടെ ഉണ്ട്, നിരവധി ടെക്നീഷ്യന്മാർ ഇവിടെ ഉണ്ട്, നിരവധി IT പ്രൊഫഷണൽസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം പ്രശ്നം അഡ്രസ്സ് ചെയ്യപ്പെടുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും സാധാരണക്കാരൻ, അതായത് വെള്ളക്കെട്ട് മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനത, കോളനികളിൽ കിടക്കുന്ന സാധാരണക്കാർ, അപ്പം ഒരു ലൈഫ് മിഷൻ പദ്ധതി വഴി പ്രോപ്പറായിട്ടൊരു കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ കോൺഗ്രസ് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിക്ക് പോലും കഴിഞ്ഞിരുന്നില്ല. എൻ്റെ അറിവിൽ ഒരു വീടുകൾ പോലും ലൈഫ് മിഷൻ വഴി വെച്ച് കൊടുത്തില്ലെന്നുള്ളതാണ്. അത് ഞാൻ അറിഞ്ഞൊരു കാര്യമാണ്. പക്ഷേ ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല, ഞാനത് ആധികാരികയാക്കുന്നില്ല. എന്നാലും 10 പേർ താമസിക്കുന്ന ഒരു സാധാരണ വീട്ടിലേക്ക് ഞാൻ ചെല്ലുമ്പോഴാണ് ഇങ്ങനെയും ഒരു തൃക്കാക്കര ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരേ സമയം നമ്മളീ പറയുന്ന ചില ഗ്രാമപ്രദേശങ്ങളിലെ ഏറ്റവും സാധാരണക്കാരൻ്റെ കുടുംബങ്ങൾ, ഇപ്പോൾ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ടൊക്കെ നമ്മൾ മാറി. പക്ഷേ ഈ അതിദാരിദ്ര്യം എന്ന് പറയാവുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ കൂടിയുള്ള ഒരു തൃക്കാക്കരയുണ്ട്. അപ്പോൾ ആ തൃക്കാക്കരയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു വിഷൻ ഉണ്ടാവണം. ഈ വിഷനില്ലാത്ത ആൾക്കാർ ഇവിടെ നിൽക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നിയമസഭയിൽ സംസാരിക്കാൻ ഇവർക്ക് അറിയത്തില്ല. നാടിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയത്തില്ല. ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണമെന്ന് അറിയത്തില്ല. അതായത് പണി അറിഞ്ഞുകൂടാത്ത ഒരാൾ ഡോക്ടറായി കഴിഞ്ഞാൽ രോഗിക്ക് എത്രത്തോളം അപകടം ഉണ്ടാവുമോ അത്രത്തോളം അപകടമാണ് ഒരു പ്രോപ്പറായിട്ട് വിഷനില്ലാത്ത, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാത്ത, ജനങ്ങളെ തിരിച്ചറിയാത്ത ഒരു MLA വന്നു കഴിഞ്ഞാൽ ആ നാടിനെ അവർ ഇല്ലാതാക്കും. MBBS ഉണ്ട് എന്ന് കരുതി എല്ലാവരും ഡോക്ടറാവില്ല, MD ഉണ്ടെന്ന് കരുതി എല്ലാവരും ഡോക്ടറാവില്ല. രോഗിയുടെ യഥാർത്ഥ പ്രശ്നം കൃത്യമായിട്ട് ഡയഗ്നോസിസ് ചെയ്ത് മനസ്സിലാക്കി അതിനെ പരിഹരിച്ചു കൊടുക്കാൻ ശേഷിയുള്ള ഒരാൾ മാത്രമേ ഒരു മികച്ച ഡോക്ടറായിട്ട് നടത്തുള്ളൂ. ഡോക്ടർ എന്ന പോസ്റ്റ് എല്ലാവർക്കും കിട്ടും, MLA എന്ന പദവി എല്ലാവർക്കും കിട്ടും. അപ്പോൾ ആ പദവിയുടെ അർത്ഥം മനസ്സിലാക്കി, അതിൻ്റെ വാല്യൂ മനസ്സിലാക്കി നാടിനു വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ പരാജയപ്പെട്ട MLA-മാരാണ് ഒരുപക്ഷെ എൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണമായി മാറാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ സംസ്ഥാനത്തെ കടം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും കേന്ദ്ര സർക്കാർ സഹായിച്ചില്ല, കേന്ദ്രത്തിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ പലപ്പോഴും കിഫ്ബി പോലെയുള്ള കോടിക്കണക്കിന് രൂപ പല മണ്ഡലങ്ങളിലും ചിലവഴിച്ചു. പക്ഷേ ചില മണ്ഡലങ്ങളിൽ കിഫ്ബിയുടെ ഒരു പ്രവർത്തനം പോലും നടന്നില്ല. അത് ഇപ്പം UDF ഒക്കെ ആരോപിക്കുന്നവരുണ്ട്, അത് പ്രതിപക്ഷ MLA-മാർക്ക് ഈ ഫണ്ടുകൾ അനുവദിച്ച് തന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ത്രൂ വഴിയുടെ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനൊക്കെ ഒരു ശ്രമം താങ്കളുടെ ഭാഗത്തുനിന്നുണ്ടാവും? അല്ല, ഞാനത് നമ്മളെ നാട്ടിൽ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ കണക്ക് സാമാന്യ ബോധമോ ബുദ്ധിയോ ഇല്ലാത്ത കുറേ ആൾക്കാർ നാട് ഭരിച്ചതിൽ പറ്റിയ പ്രശ്നമാണ്. ഇപ്പം ഞാൻ 2 കുടുംബങ്ങളുടെ താരതമ്യം ചെയ്തുകൊണ്ട് ഞാൻ പറയാം. ഇവർ 2 കുടുംബം, ഒരു കുടുംബത്തിൽ ഒരു അച്ഛൻ കുടുംബത്തെ നോക്കാൻ വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്നു. അയാൾ അതിന് വേണ്ടിയിട്ട് അയാൾ സമയം ചെലവഴിക്കുന്നു, അയാൾ അതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു, മക്കളെ അയാൾ പഠിപ്പിക്കുന്നു. ഇപ്പുറത്തൊരു കുടുംബം ലക്ഷറി ലൈഫാണ്. കാരണം അയാൾ കടം ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ എല്ലാ മാസവും അയാളുടെ സുഹൃത്തുക്കൾക്കായിരുന്നു 25,000 30,000 കടം മേടിച്ചിട്ട്. അപ്പോൾ ഇപ്പുറത്തെ കർഷകൻ്റെ മക്കൾ പറയും, അയ്യോ അച്ഛാ, അപ്പുറത്തെ വീട്ടിൽ അവൻ താണ്ട് വണ്ടി പോകുന്നു, എനിക്ക് വണ്ടിയില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, മോനെ അവൻ കടം എടുത്തുകൊണ്ടിരിക്കുകയാണ്, അവൻ ഇന്നല്ലെങ്കിൽ നാളെ നശിക്കും, അവൻ്റെ വീട്ടിലേക്കുള്ള ആഹാരം നമ്മളാണ് ഇവിടുന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം 2 താരതമ്യം നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഒരുത്തൻ തൻ്റെ അടിസ്ഥാന ആവശ്യത്തിന് വേണ്ടിയിട്ടൊരു മാനുഫാക്ചർ ആയി മാറുമ്പോൾ മറ്റവൻ കടം മേടിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഇത് ഏത് നിമിഷവും ഇല്ലാതാവും. കടം മേടിക്കുന്നത് തെറ്റല്ല, കടം കൂടുന്നതും തെറ്റല്ല, തിരിച്ചടയ്ക്കാനുള്ള ശേഷിയില്ലായ്മയാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ കടം വാങ്ങുന്നതിനോടൊപ്പം തന്നെ ഈ നാട്ടിൽ എത്രത്തോളം വരുമാനം ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് ആലോചിക്കണം. നമ്മുടെ വരുമാനത്തിൻ്റെ 90% ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതായത് ഈ നാട്ടിലെ ഒരുവൻ പുറം രാജ്യത്ത് പോയി അധ്വാനിച്ചുകൊണ്ടുവരുന്ന പൈസ ആയിക്കോട്ടെ, ഈ നാട്ടിൽ നിന്ന് അധ്വാനിച്ചുണ്ടാക്കുന്ന പണമായിക്കോട്ടെ, ഇതിൻ്റെ ഒരു വലിയ വിഹിതം നികുതി എടുത്തിട്ട് ഈ നാട്ടിലെ സർക്കാർ ജോലിക്കാർക്കും ശമ്പളം കൊടുക്കാനും പെൻഷനും കൊടുക്കാനും വേണ്ടി മാത്രം വിനിയോഗിക്കുമ്പോൾ ഇവിടുത്തെ മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് വേണ്ടിയിട്ട് കടമെടുക്കുകയാണ്. ഇവിടെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ നിന്ന് പ്രോപ്പറായിട്ട് കാർഷിക മേഖലയിൽ ഒരു പ്രോപ്പർ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടോ? നാളെ തമിഴിന് നമുക്ക് പച്ചക്കറി തന്നില്ലെന്നുണ്ടെങ്കിൽ എന്താവും മലയാളിയുടെ അവസ്ഥ? നാളെ ആന്ധ്രയും പഞ്ചാബും നമുക്ക് അരി തന്നില്ല എന്നുണ്ടെങ്കിൽ എന്താവും നമ്മുടെ അവസ്ഥ? ഇതുപോലെ കേരളം എല്ലാ കാലത്തും ഒരു ഉപഭോക്തൃ സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരുത്തനെ ആശ്രയിച്ച് ജീവിക്കുകയാണ്. എന്നോ ഒരു കാലത്ത് ഈ നാട്ടിൽ നിന്ന് പുറത്തു പോയി പ്രവാസ ലോകത്ത് അല്ലെങ്കിൽ
ദുബായിലും മറ്റ് രാജ്യങ്ങളിലും പോയി അധ്വാനിച്ച് പണമുണ്ടാക്കി ഈ നാട്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത പ്രവാസികളുടെ ഏറ്റവും വലിയ നന്മയുടെ ഫലമായിട്ടാണ് ഈ കേരളം ഇന്ന് കാണുന്ന അവസ്ഥയിൽ ഇവിടെ എത്തിയത്. അല്ലാതെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരനും ഒരു മാങ്ങാത്തൊലിയും മലമറിച്ചിട്ടല്ല എന്നത് എല്ലാ ജനത്തിനും തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറേയെങ്കിലും വിഷൻ ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കായിരുന്നു. അവരെന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനെ മൊത്തം നശിപ്പിക്കാൻ ശ്രമിക്കും. 2004 എക്സ്പ്രസ് ഹൈവേ പദ്ധതി, സ്മാർട്ട് പദ്ധതികളൊക്കെ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നപ്പോൾ ഇതിനെ മൊത്തം ഇല്ലാതാക്കാൻ ശ്രമിച്ചു. വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്നപ്പോൾ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. പിന്നീട് ഇവർ പൊതുപുര പരിപാടി ഇതാണ്. ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളം എവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ നെഞ്ചത്ത് റീത്ത് വെക്കും, അല്ലെങ്കിൽ എൻ്റെ നെഞ്ചത്തെ വിമാനം ഇറങ്ങത്തോളം എന്ന് പറഞ്ഞ ആൾ എസ് ശർമ്മയാണ്. ഈ എസ് ശർമ്മ പിന്നീട് വിമാനത്താവളത്തിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ടിരിക്കുന്നത് നമ്മൾ കണ്ടത്. ഇവിടെ ഒരു കാര്യങ്ങളും ചെയ്യാൻ ഇവന്മാർ സമ്മതിക്കത്തില്ല. പിന്നെ ഇവർ അധികാരത്തിൽ, പിന്നെ അതുകൊണ്ട് നമ്മൾ എന്താണ് ഇവർ അധികാരത്തിൽ ഇരുന്നത്. ഈ 10 വർഷം ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ കോൺഗ്രസ് പ്രതിപക്ഷത്തിൽ നിന്നൊന്നും നശിപ്പിക്കാൻ നോക്കാത്തതുകൊണ്ടാണ്. ഇവർ പ്രതിപക്ഷത്ത് വന്നു കഴിഞ്ഞാൽ വരുന്നൊരു കുഴപ്പം, ഇവരിതിനെ നശിപ്പിക്കും. പിന്നെ ഇവർക്ക് വിഷണറി ആയിട്ടൊരു പദ്ധതി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടുത്തെ യുവാക്കൾക്ക് വേണ്ടി ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും പറയും നമ്മളെ യുവാക്കളെല്ലാം ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാമെന്ന് പറയും. എന്തുകൊണ്ടാണ് യുവാക്കൾ പുറത്തേക്ക് പോകുന്നത്? നീ ഒരു നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുണ്ടെന്നുണ്ടെങ്കിൽ എത്ര തിരക്കാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി സമയം കണ്ടെത്തി വണ്ടി ഓടിച്ച് അവിടെ പോയി ക്യൂ നിന്ന് അവിടെ കയറി ഭക്ഷണം കഴിക്കും. അത് അവൻ്റെ എത്ര ഉള്ളിലാണെങ്കിലും നമ്മൾ പോകും. നമ്മൾ എവിടെ ആയിരിക്കും പോകാത്തത്? ചില സ്ഥലത്ത് നമ്മളെ വഴിയിൽ നിന്ന് ഇങ്ങനെ കൈ കാണിക്കും ആൾക്കാർ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി. നമ്മളവിടെ കയറത്തതുമില്ല. ഇപ്പോൾ കേരളത്തിൽ നിന്ന് എന്തുകൊണ്ട് യുവാക്കൾ പുറത്തേക്ക് പോകുന്നു? നീ കൈ കാണിച്ച് നിങ്ങളെല്ലാവരും യുവാക്കളെ ഞാൻ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മന്ത്രിമാർ വിളിച്ച യുവാക്കൾ വരില്ല. നീ അവന് സൗകര്യമൊരുക്കി കൊടു. നീ പറയാതെ അവനോട് വരും. അവന് സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ നീ ചെയ്തു കൊടുത്താൽ അവൻ ഒരു സ്വിറ്റ്സർലൻഡിലും പോവില്ല, ഒരു യൂറോപ്പിലും പോവില്ല, ഒരു ഓസ്ട്രേലിയയിലും പോവില്ല, ഒരു ന്യൂസിലാൻഡിലും പോവില്ല, ഒരു അമേരിക്കയിലും പോവില്ല, വേറെ ഒരു UK പോവില്ല. അവൻ ഇവിടെ തന്നെ നിൽക്കും. നിങ്ങളിവിടെ ഒരുക്കി കൊടുക്കുക. ഇത് ചെയ്തു കൊടുക്കാതെ യുവാക്കളുടെ ജീവിതം ഇല്ലാതാക്കി ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളെ നമ്മൾ ആക്ഷേപിക്കും. ഇവിടെ നിന്നൊരു ഹ്യൂജ് ഷിഫ്റ്റ് ബാംഗ്ലൂരേക്കും മുഗുജറാത്തിലേക്കും മുംബൈയിലേക്കും ഡൽഹിയിലേക്കും യുവാക്കൾ ഒരു കാലത്ത് ഷിഫ്റ്റ് ചെയ്ത് പോയതാണ്. ഇന്നത് വിദേശ രാജ്യത്തേക്ക് കൂടി. അതിൻ്റെ കാരണം ഇവരാണ്. അതിനൊക്കെയുള്ള അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാവണം ഇത്. കുറഞ്ഞൊന്നും വേണ്ട. NDAയുടെ ആ വികസന പദ്ധതി എടുത്ത് വായിച്ചു നോക്കണം. കടം മേടിക്കുന്നതിനേക്കാൾ കൂടുതൽ 8 വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് വരുത്താൻ പോകുന്ന മാറ്റങ്ങളുടെ അത്ഭുതകരമായിട്ടുള്ളൊരു വിഷനാണ് NDAയുടെ വികസന പദ്ധതി. സാബു ജേക്കബ് അതിനെക്കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ബിസിനസ് ചെയ്ത് സക്സസ് ആയ ഒരു മനുഷ്യൻ നയിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഞാൻ ഇരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കും ആ ഒരു കാര്യത്തിൽ കോൺഫിഡൻ്റ് ആയിട്ട് തൃക്കാക്കരയിലെ ജനത്തിനോട് പറയാൻ പറ്റും. എന്നാൽ കഴിയാവുന്ന കാര്യങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്യാൻ ഞാൻ ശ്രമിക്കും. അതിനെനിക്ക് 2020യുടെയും സാബു ജേക്കബിൻ്റെയും അല്ലെങ്കിൽ നാളിതുവരെ പറഞ്ഞ കാര്യങ്ങൾ പാലിച്ച ഇൻഫ്രാസ്ട്രക്ചർ മികച്ച രീതിയിൽ രാജ്യത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന NDAയ്ക്കും കഴിയും. താങ്കൾ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ ആദ്യം നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ജയിച്ചു വന്നാൽ ഇന്നത് നടപ്പിലാക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആരുടെ തോട്ട് ഇവിടെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്ന പോലെ കുറച്ച് കാര്യങ്ങൾ ഓരോ പ്രദേശത്തെയും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? ചുമ്മാ ചോറ്. ഞാൻ നിനക്ക് കുഴിമന്തി മേടിച്ചെന്നാൽ കഴിയുമോ? കുഴിമന്തി ഗംഭീരമായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായൊരു ഭക്ഷണം കൊണ്ട് ഞാൻ നിൻ്റെ മുന്നിൽ വയ്ക്കുകയാണ്. അത് നീ കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ കൊണ്ടുവരുന്ന ഞാൻ ചിലപ്പം കഷ്ടപ്പെട്ടും ഏറ്റവും വലിയ ഡിലീഷ്യസ് ആയിട്ടുള്ള സാധനം എന്ന് കരുതിയിട്ടായിരിക്കും ഞാനിത് മുന്നിൽ കൊണ്ടുപോയി. ഇപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചാൽ ഞാൻ പഴങ്കഞ്ഞിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ എനിക്ക് ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ ഏറ്റവും മനോഹരമായ 50,000 രൂപ വരും ഈ ഒരു ഡിഷിനെന്ന് പറയാൻ ഞാൻ കഴിക്കില്ല. അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. തൃക്കാക്കരയിലെ ഓരോ വിഭാഗത്തിൻ്റെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. ഓരോ പ്രദേശത്തെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ ആദ്യം ഏറ്റവും മുൻഗണന കൊടുക്കേണ്ട പ്രശ്നങ്ങൾക്ക് ആദ്യം പരിഹാരം. അതിനേക്കാളെല്ലാം ഉപരി ആദ്യം ജനത്തിന് നന്ദി പറയുക എന്നുള്ള പ്രോസസ്സായിരിക്കും. അതോടൊപ്പം അവരെ ചേർത്ത് പിടിച്ച് നിർത്തിയിട്ട് അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഒരു പ്രദേശത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുക. അത് ചിലപ്പോൾ എനിക്കറിയത്തില്ലായിരിക്കും, അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിക്കുക. അത് ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ആ മേഖലയുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന ആൾക്കാരുമായി ഡിസ്കസ് ചെയ്ത് എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതിൻ്റെ ഒരു മികച്ച മാതൃക കൊണ്ടുവന്നുകൊണ്ട് സർക്കാരിലോ മറ്റൊരു സ്ഥലത്തോ പുഷ് ചെയ്ത് കൊണ്ടുവന്ന് നടപ്പിലാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഓരോ പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ പഠിച്ച് അതിനുവേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങളായിരിക്കും മണ്ഡലത്തിൽ നടപ്പിലാക്കുക എന്നാണ് NDA സ്ഥാനാർത്ഥി അഖിൽ മാരാർ പറയുന്നത്. തൃക്കാക്കര മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് പുഷ്പദാസ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. സാധാരണ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വിവാദങ്ങളാണ് വരുന്നത്, വികസനങ്ങൾ പറയുന്നത് പലപ്പോഴും കുറവാണ്. അപ്പം എന്തുകൊണ്ടാണ് തൃക്കാക്കര മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് പുഷ്പദാസ് ഇനി വരണമെന്ന് പറയുന്നത്? തൃക്കാക്കര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം തൃക്കാക്കര മണ്ഡലം രൂപീകൃതമായതിനു ശേഷം ഈ മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ചിട്ടുള്ളത് UDFൻ്റെ ജനപ്രതിനിധികളാണ്. കഴിഞ്ഞ 25 വർഷക്കാലം ഈ മണ്ഡലം അർഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്ന് ഇവിടുത്തെ ജനങ്ങൾ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി ചർച്ച ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഈ മണ്ഡലത്തിൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരാണ് ഭരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ മണ്ഡലത്തിൽ വികസനങ്ങൾ നടന്നിട്ടില്ല എന്നാണോ താങ്കൾ പറയുന്നത്? ഈ മണ്ഡലത്തിൽ വികസനം നടന്നിട്ടില്ല എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ഈ മണ്ഡലം പ്രതിനിധീകരിച്ചിട്ടുള്ള ജനപ്രതിനിധി തന്നെ ഈ മണ്ഡലം നേരിടുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്,
കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല, ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല, മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ സമ്മതിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നൊരു തോന്നൽ UDFിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ട്. അടുത്ത ഇലക്ഷന് വിജയിച്ചു വന്നാൽ അടുത്ത 100 ദിവസം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? 100 ദിവസം കൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ മണ്ഡലത്തിന് നിരവധിയായിട്ടുള്ള വികസന ആവശ്യങ്ങളുണ്ട്. പ്രഥമ പരിഗണന കൊടുക്കേണ്ടത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നിരവധി പ്രദേശങ്ങൾ ഈ പ്രദേശത്ത് കുടിവെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്കറിയാലോ, തൃക്കാക്കര ഒരു ഭരണസിരാ കേന്ദ്രമാണ്. പക്ഷേ ഇവിടെ ഗതാഗതക്കുരുക്ക് വലിയ പ്രശ്നമാണ്. ഇപ്പോൾ തമ്മനം ഹൈസ്കൂൾ റോഡ് കഴിഞ്ഞ 15 വർഷമായി അതിൻ്റെ റോഡിൻ്റെ വീതി കൂട്ടിയിട്ട് നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റുകളൊക്കെ റെഡിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത്തരത്തിൽ റോഡുകളുടെ വികസനത്തിന് പ്രഥമ പരിഗണന കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള വികസനത്തിന് ആവശ്യമായിട്ടുള്ള ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരാളായിട്ട് നിന്ന് എപ്പോഴും ഉണ്ടാകും. ഈ യുവാക്കളൊക്കെ ഇപ്പോൾ അവർക്കായി പുതിയ സ്റ്റാർട്ടപ്പ്, ഇപ്പോൾ കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മേഖലയിൽ നിന്നുള്ള ആൾക്കാർ ജോലി ചെയ്യാനെത്തുന്നുണ്ട്, ഇങ്ങനെ വാടക വീടുകളിൽ താമസിക്കുന്നുണ്ട്. അവർക്കൊക്കെ താങ്കൾ വന്നു കഴിഞ്ഞാൽ വളരെ പ്രയോജനകരമായി എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? അതോടൊപ്പം തന്നെ ഈ സ്റ്റാർട്ടപ്പുകളൊക്കെ സർക്കാർ അനുവദിക്കുന്നുണ്ട്, അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ സാധാരണ ചില മണ്ഡലങ്ങളിൽ അതൊന്നും പ്രാവർത്തികമാക്കുന്നില്ല എന്നുള്ളൊരു പരാതികളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്? അത് ഇപ്പോൾ ഒരു IT മേഖലയിൽ IT മേഖലയിലെ സുഹൃത്തുക്കൾ ആ മേഖലയിലെ പ്രശ്നങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് സ്വീകരണവും നൽകിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗതാഗത പ്രശ്നം, സമയത്തിന് അവർക്ക് ഓഫീസുകളിൽ ചെല്ലാൻ കഴിയാത്തതിൻ്റെ ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാർട്ടപ്പുകൾ, ഇപ്പോൾ ഒരു ജനപ്രതിനിധി, പ്രത്യേകിച്ചും MLAയുടെ ഓഫീസൊക്കെ ഒരു ജനസേവന കേന്ദ്രമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ഓഫീസാണ്. ആ ജനസേവന കേന്ദ്രത്തിൽ ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വരാനും ആ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ കൊടുക്കാനും കഴിയണം. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കപ്പെടുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇടപെടലുകൾ നടത്തണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്ത്രീകളുടെ ശാക്തീകരണം, ഇപ്പം നമ്മുടെ ഈ വാർഡുകളിലാണെങ്കിൽ പലപ്പോഴും പല വീട്ടമ്മമാരും അവരുടെ നിത്യവൃത്തി ചെലവിന് വരെ ബുദ്ധിമുട്ടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടൊക്കെ എന്തൊക്കെ നമുക്ക് സ്ത്രീ ശാക്തീകരണത്തിന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്? അത്തരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കുടുംബശ്രീ പ്രസ്ഥാനം തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇപ്പോൾ വാഴക്കുളം പ്രദേശത്ത് നിന്ന്, ഗ്രാമപ്രദേശത്ത് നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങളവിടെ അയൽക്കൂട്ടങ്ങളിലൊക്കെ നന്നായി ഇടപെട്ടുകൊണ്ട് അവർക്ക് ചെറുതായിട്ട്, അതായത് അവരുടെ വീട്ടിലിരുന്ന് അവർക്ക് ചെറിയ ചെറിയ തൊഴിലുകളിലൂടെ നിരവധിയായിട്ടുള്ള സമ്പാദ്യം അവർക്ക് നേടാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ പച്ചക്കറി കൃഷിയിലേക്കൊക്കെ ഇവിടെ വീട്ടമ്മമാരാ 1 സെൻറ്റോ 2 സെൻറ്റോ സ്ഥലമുള്ളൂവെങ്കിലും ആ പരിമിതമായ സ്ഥല സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് അത്തരത്തിലുള്ള പ്രയോജനകരമായിട്ടുള്ള പരിപാടികളിലേക്ക് അവരെ കൊണ്ടുവരാം. സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം കൊടുക്കാം. ഒരു ഇടപെടലിൻ്റെ ആവശ്യകത സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മണ്ഡലത്തിലുണ്ട് എന്നുള്ളത് ഇപ്പോൾ ചില അയൽക്കൂട്ടങ്ങളിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ സ്ത്രീകൾ തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മഴക്കാലം എത്തിക്കഴിഞ്ഞാൽ വെള്ളക്കെട്ടുകളിലൊക്കെ രൂക്ഷമായ പ്രശ്നമാണ്. ഒരു സ്കൂട്ടറിൽ പോലും യാത്ര ചെയ്യാൻ പറ്റുന്ന ബുദ്ധിമുട്ടുണ്ട്. ഇതിനുള്ളൊക്കെ ഫണ്ടുകൾ നമുക്ക് മണ്ഡലത്തിൽ കിട്ടിയിട്ട് ഉപയോഗിക്കാതെ പോയതുകൊണ്ടാണോ ഇത്തരത്തിലൊരു പ്രശ്നങ്ങളുണ്ട്? എന്താണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്? തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ ജില്ലയിൽ തന്നെ പല മണ്ഡലങ്ങളിലും കിഫ്ബി പോലുള്ള ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ഈ മണ്ഡലത്തിൽ 1 രൂപ പോലും ആ രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി എന്ന നിലയിൽ പുഴക്കര ചിറപ്പാടം ആ പ്രദേശങ്ങളിൽ പോയപ്പോൾ അവിടെ വീടുകളുടെ തറ പൊക്കുകയാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ വീടുകളിലേക്ക് വെള്ളം കയറുകയാണ്. അപ്പോൾ ആ വെള്ളപ്പൊക്കം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇടപെടൽ, തോടുകൾ ശുചീകരിച്ച് അതിൻ്റെ വീതി കൂട്ടി, അല്ലെങ്കിൽ അതിലുള്ള മാലിന്യങ്ങൾ എടുത്തു കളഞ്ഞ് തൊട്ടടുത്തുള്ള പണ്ടാരച്ചിറയുണ്ട്, അതുപോലെ തന്നെ പുഴക്കര ആ പുഴയുണ്ട്, അതെല്ലാം ഒന്ന് കണിയാമ്പുഴയുണ്ട്, അതൊക്കെ വേണ്ട രീതിയിൽ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ, അത് ഡ്രഡ്ജിങ് അടക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ വെള്ളപ്പൊക്ക പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയും. കിഫ്ബി അടക്കമുള്ള ഫണ്ടുകൾ ഉപയോഗപ്പെടുത്താൻ കഴിയും. ആ രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ പലപ്പോഴും ജനങ്ങൾ ഒരു വിമർശനമായിട്ട് പറയുന്നതാണ്, തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് സ്ഥാനാർത്ഥികളെ മറ്റുള്ളവരെയും കാണുന്നത്, പിന്നെ വോട്ട് മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരെ കാണാറില്ല എന്നുള്ളൊരു വിമർശനങ്ങൾ ഉയരാറുണ്ട്. അതുകൊണ്ട് തന്നെ താങ്കൾ വിജയിച്ച് വന്നു കഴിഞ്ഞാൽ മണ്ഡലത്തിലെ പ്രവർത്തന രീതികൾ എങ്ങനെയായിരിക്കും? ജനങ്ങൾക്ക് താങ്കളുടെ ഓഫീസിലേക്ക് നേരിട്ടെത്താനും നേരിട്ട് പരാതി പറയാനുള്ള സംവിധാനം എങ്ങനെയാണ് ഒരുക്കാൻ പോകുന്നത്? അതായത് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആദ്യമായിട്ട് ഞാൻ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളല്ല.
ഞാൻ വളരെ ചെറുപ്പകാലം മുതൽ ബാലസംഘത്തിലൂടെ SFIയിലൂടെ മഹിളാ അസോസിയേഷൻ്റെ 12 വർഷക്കാലത്തെ എറണാകുളം ജില്ലാ സെക്രട്ടറി എന്ന നിലയിലൊക്കെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളിൽ മുന്നിൽ നിന്ന് പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പോരാടാനോ എനിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. ജനങ്ങൾക്കും അതുകൊണ്ട് തന്നെ ഒരു സ്വീകാര്യത ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ജനങ്ങളുടെ ഇടയിൽ നിന്ന്. തൃക്കാക്കര മണ്ഡലത്തിലെ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? ഈ മണ്ഡലത്തിൻ്റെ വികസനമാണ് നമ്മുടെ ലക്ഷ്യം. ആ വികസനത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് പുഷ്പാദാസ് എന്ന എന്നെ ചുറ്റി കരിവാൾ നക്ഷത്ര മലയാളത്തിൽ വോട്ട് ചെയ്ത് നിങ്ങളിൽ ഒരാളായി നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാനുള്ള ഒരു അവസരം തരണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാനും ഒരു അവസരം നൽകുക എന്നാണ് അഡ്വക്കേറ്റ് പുഷ്പാദാസ് പറയുന്നത്. വികസനത്തിന് വേണ്ടിയിട്ടൊരു വോട്ട് എന്ന നിലയിലാണ് അഡ്വക്കേറ്റ് പുഷ്പാദാസ് ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുന്നത്. തൃക്കാക്കര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വാശിയേറുകയാണ്. എന്നാലും 3 മുന്നണി സ്ഥാനാർത്ഥികളും വാശിയോടെ പ്രചാരണ രംഗത്തുണ്ട്. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായിട്ട് ഓരോരുത്തരുടെയും വികസന വാഗ്ദാനങ്ങളും എല്ലാം നൽകിക്കൊണ്ട് 3 മുന്നണികളിൽ ശക്തമായ പ്രചാരണമാണ് തൃക്കാക്കര മണ്ഡലത്തിൽ ഇപ്പോൾ നടക്കുന്നത്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.